ഹായ്, എൻ്റെ പേര് രവീന. ഞാൻ ഇക്കഴിഞ്ഞ ഗേറ്റ് 2024 സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ എനിക്ക് 213ാമത്തെ റാങ്ക് നേടാൻ സാധിച്ചു. ഞാൻ ARCയുടെ ഗേറ്റ് ഓഫ്ലൈൻ ബാച്ചിലാണ് ജോയിൻ ചെയ്ത് പഠിച്ചത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഗേറ്റ് എന്നുള്ളൊരു ഓപ്ഷനെ കുറിച്ച് ഞാൻ അധികം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2021 ബിടെക് പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നുള്ളതായിരുന്നു സത്യം. ഗേറ്റിന് ഞാൻ MTechന് പോകാനുള്ള ഒരു എക്സാമാണ് ഗേറ്റ് എന്നുള്ളതിൽ കൂടുതൽ എനിക്ക് അതിൻ്റെ കൂടുതൽ സാധ്യതകളെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ബിടെക് കഴിഞ്ഞ് പിന്നെ ഞാനങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ എനിക്ക് ഒരു ജോബ് ഓപ്റ്റ് ചെയ്യാണ് ഞാൻ ചെയ്തത്. ആൻഡ് ആ ജോലി ഞാൻ പഠിച്ച സ്ട്രീമിലും അല്ലായിരുന്നു, ഒരു IT മേഖലയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ കോർ ഫീൽഡിൽ തന്നെ എന്തെങ്കിലും ജോബ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ അത് തൊട്ടാണ് ഞാൻ കൂടുതൽ ഗേറ്റിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു ഞാൻ ആ ജോബ് റിസൈൻ ചെയ്തിട്ട് ഗേറ്റ് കോച്ചിങ്ങിന് വരിക എന്ന് പറയുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ARCനെ കുറിച്ച് അറിഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ARCയിൽ വന്നത് ഞാൻ എടുത്ത ബെസ്റ്റ് തീരുമാനങ്ങളിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു 21 പാസ് ഔട്ടായിട്ട് 2 വർഷത്തോളം ഞാൻ ഈ ഫീൽഡുമായിട്ട് സിവിൽ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാതെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ സബ്ജക്ട്സിനെ കുറിച്ചാണെങ്കിലും കുറേയൊക്കെ ടച്ച് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് ഞാൻ ഗേറ്റിന് വരുന്നതെന്ന്. പക്ഷേ ആ കൺഫ്യൂഷൻസൊക്കെ ഇവിടുത്തെ ഒരു ഫസ്റ്റത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ എനിക്ക് മാറി എന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ് തന്നെ കൂടി. കാരണം നമ്മുടെ ഏത് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇവിടുത്തെ ഒരു ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ ഗേറ്റ് ക്ലാസ്സസ് എടുക്കുന്നത് വളരെ ബേസിക്സ് തൊട്ടിട്ടാണ്. ആൻഡ് ഗേറ്റിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത്. അത് എടുക്കുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ നിന്ന് നമുക്ക് കിട്ടുന്ന ക്ലാസ്സസ് അത്രയും ടോപ്പ് ക്വാളിറ്റി ഉള്ളതാണ്. ഏതൊരാൾക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബേസിക് ലെവലിൽ തൊട്ട് തന്നെ ക്ലാസ്സസ് തരുന്നതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പിന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടുന്നത്. പിന്നീട് അങ്ങോട്ട് ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പോവായിരുന്നു. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇപ്പം ക്ലാസ്സസ് കഴിഞ്ഞ പീരിയോഡിക്കായിട്ട് ഇവിടെ നടത്തുന്ന ടെസ്റ്റുകൾ, ഓരോ പോർഷൻസ് കഴിയുമ്പോഴും നമുക്ക് എക്സാംസ് നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഓരോ പ്രാക്ടീസ് സെഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഓരോ ടെസ്റ്റുകളിലൂടെയും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിനെ നമുക്ക് പരിചയപ്പെടാനും അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുകയാണ്. ഗേറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ്, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടെയാണ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ ആദ്യം വന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓരോ പ്രോബ്ലത്തിനെ സമീപിച്ചത്, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ ഇത്രയും എക്സാംസ് ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് വന്ന മാറ്റം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്, അതിന് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആംബിയൻസാണ് നമുക്ക് ARCയിൽ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് തരത്തിലുള്ള ഇപ്പോൾ അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം നമുക്ക് തന്നെ ചിലപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇവിടുത്തെ സജീവ് സാർ ആണെങ്കിലും ബാക്കി എല്ലാവരാണെങ്കിലും വളരെ ഫ്രണ്ട്ലിയാണ് നമ്മളോട്. നമുക്ക് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഹെൽപ്പും സപ്പോർട്ടും ഒക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതാണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് ഞാൻ പറഞ്ഞ ARCയിൽ വന്നത് എനിക്ക് വളരെ ഞാൻ എടുത്തിട്ടുള്ളൊരു നല്ല ഡിസിഷനായിട്ട് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇവരുടെ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് നല്ലൊരു റാങ്ക് നേടാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.